പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ മാം എന്ന് ചോദിച്ചു. അപ്പം കയറി നോക്ക്, നീ പറ്റിയില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ. ക്ഷേത്രങ്ങളിൽ പോകുന്നു, പൂജ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷേ ഇത് വേ ഓഫ് മറ്റൊരു വഴിയാണ്. ഉപാസകനാണോ ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു എങ്ങനെ മനസ്സിലായി ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ശ്രീബാല ഉപാസകനാണ്. ഞാനൊക്കെ നെട്ടിപ്പോയിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇതൊക്കെ ഞാനാണോ ഭഗവാനെ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്, ടാരോ എനർജിയാണ്, പക്ഷെ എന്നിലൂടെ ആണോ ഇത് പോയത് എന്നുള്ളൊരു, ഞാൻ പോലും സത്യം പറഞ്ഞാൽ മറന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഇതിൽ വന്നത് എന്ന് ചോദിച്ചു. അതെനിക്കൊരിക്കലും ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് നമുക്ക് അവിടെ ഇരുന്ന് കാർഡിൽ കാണിച്ച കാര്യമാണ് അത്. ടാരോ കാർഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റേക്കി ആണെങ്കിലും ആകാശിക റെക്കോർഡ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു എനർജി ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ടാരോ കാർഡിലേക്ക് വരുമ്പോൾ കാർഡുകളിലെ സജഷൻ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെ ഈ എനർജി ബാധകമാണോ? അതെ, തീർച്ചയായും ബാധകമാണ്. എനർജി ഉണ്ടെങ്കിലാണോ ടാരോ കാർഡ് വായിക്കാൻ റെഡി ചെയ്യാൻ പറ്റത്തുള്ളൂ? അത്രേ ഉള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടാരോയുടെ ബുക്ക് വാങ്ങിച്ചിട്ട് അവൈലബിൾ ആണ്. ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ബുക്കുകൾ എല്ലാ ലാംഗ്വേജിലും ഇപ്പം ഉണ്ട്. കാരണം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് നോക്കി വായിച്ചു കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു സാധനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു രീതിയായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടാരോ എനർജി കാർഡുകളാണ്. അപ്പോൾ നോർമലി ടാരോ കാർഡ് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് വരികയാണെന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഗംഗാമ്മ ഉണ്ടാക്കിയ ടാരോ കാർഡാണ്. ഗംഗാമ്മയുടെ ടാരോ കാർഡിന് നല്ല പവറാണ് കേട്ടോ, അത് പറയാതെ പറ്റില്ല. അത് നമ്മൾ അവിടെ പോയി വാങ്ങുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ ആമസോണിൽ നിന്നൊക്കെ വരികയാണെന്ന് വയ്ക്കുക. സാധാരണ അതൊരു കാർഡ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളത് എനർജൈസ് ചെയ്യും. എനർജൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പവർ വരും. നോർമലി നമ്മൾ ഈ ടാരോ കാർഡ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. എനർജൈസ്ഡ് കാർഡാണെങ്കിൽ നമുക്കതിനൊരു വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എനർജൈസിങ്ങിലൂടെയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന രാഹുലിൻ്റെ അല്ലെങ്കിൽ ആരാണോ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അവരുടെ എനർജിയും അവർ ചോദിക്കാറുണ്ട് ഈ കാർഡൊക്കെ എങ്ങനെയാണിത്, കുറച്ച് ചിത്രങ്ങളുള്ള ഒരു കാർഡ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണിത് നോക്കി പറയാൻ പറ്റുക? അത് നമ്മുടെ നാട്ടിൽ അതായത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ വർക്ക് മീഡിയയിൽ തന്നെ കണ്ടിട്ട് ഒരുപാട് പേര് ടാരോ പഠിച്ച് ഇറങ്ങിക്കോളും. ഇപ്പോൾ അത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷങ്ങളിൽ അവർ വരുമ്പോൾ എങ്ങനെയാണ് ഇത് പറ്റുക എന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ അവരൊരു ക്ലാരിറ്റി കുറവാണ്. അവര് ജീവിച്ച സാഹചര്യവും അവര് അറിഞ്ഞിട്ടുള്ള സാഹചര്യവും അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം പല വീടുകളും നോക്കിക്കഴിഞ്ഞാൽ താന്ത്രികപരമായിട്ട് ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുന്നു, പൂജ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷേ ഇത് വേ ഓഫ് മറ്റൊരു വഴിയാണ്. ഇപ്പം ടാരോ ആണെങ്കിലും റേക്കി ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു ലെവലാണ്. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കുറവ് വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ, എന്നിലൂടെ എനർജി വർക്ക് ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. അതിന് ഞാൻ പറയുകയാണെങ്കിൽ ടാരോയിലേക്ക് വരുന്ന ആൾക്കാർ ഞാൻ മുമ്പും പറയുന്ന പോലെ തന്നെ നിയോഗമുള്ള ആൾക്കാർ വരുള്ളൂ. അല്ലാതെ ടാരോ പഠിക്കണം, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ കൗതുകം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 ദിവസം അവർ തികച്ച് ക്ലാസ്സിൽ നിൽക്കില്ല, അവർ ക്വിറ്റ് ചെയ്ത് പോകും. അത് ഒരു കാര്യം ഉണ്ടാവില്ല, അവർക്കത് കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് അവർ ഇറങ്ങി പോകും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ സ്റ്റുഡൻസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഒരു തരത്തിലും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ കയ്യിൽ ആ സമയത്ത് എനർജി എക്സ്ചേഞ്ച് പോലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ പറയും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ്, കാരണം ഇതൊന്നും എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവർ കയറും, ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ട് നിർത്തിയ ആൾക്കാരുണ്ട്. അതായത് എനിക്ക് അറിയാൻ പറ്റും ടാരോയിലേക്ക് ഇവർക്ക് വരാം എന്ന് എനിക്ക് അറിയാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാരെ എനിക്കറിയില്ല, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയല്ലേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ ഞാൻ കൊണ്ടുവന്ന് ടാരോയിലേക്ക് എടുക്കുക. അപ്പോൾ അപ്പോഴാണ് അവർ പറയുക ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ തമ്മിൽ ഒരു തരത്തിലും പരിചയമുള്ള ആളായിരിക്കും. അത് എന്താ ആ സമയത്ത് എങ്ങനെ എന്നോട് പറയിപ്പിക്കുകയായിരിക്കും. ഞാൻ ചോദിക്കാറുണ്ട് ടാരോയിലേക്ക് വരണോ? എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു പ്രോഗ്രാമിന് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഓഫ്ലൈൻ സെഷന് വേണ്ടി പങ്കെടുത്തതാണ്. ഈ റീസെൻ്റ്ലി നടന്ന കാര്യമാണ്. പുള്ളിയുടെ അടുത്ത് ഞാൻ പറയുകയാണ് ആണുങ്ങൾ പൊതുവെ ടാരോയിൽ കുറവാണ്, അപ്പോൾ ലേഡീസാണ് കൂടുതൽ പഠിക്കും. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ഉപാസകനാണോ എന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ, ബീച്ചിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വേറെ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ആ പ്രോഗ്രാമിനുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് ഉപാസകനാണോ ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞു എങ്ങനെ മനസ്സിലായി ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ശ്രീബാല ഉപാസകനാണ്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് സംസാരിച്ചപ്പോൾ സെയിം പാറ്റേണിൽ കൂടെ ഞാൻ പോയ പാറ്റേണിൽ കൂടെ ഇതൊക്കെ ആയിരിക്കും സോൾ കണക്ഷൻ എന്ന് പറയണ നമ്മൾ ആ ഒരു വേർഡ്. അപ്പോൾ അവൻ ആ ഒരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ പറഞ്ഞു ടാരോലിക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ? രാഹുൽ ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെ അവൻ ചോദിച്ചു, എന്നെ കൊണ്ടൊക്കെ പറ്റുമോ ഇത്? ഞാൻ കുറേ അടുത്തായി അതിന് മുമ്പ് അവന് ഈ ടാരോ ഒന്നും അറിയാത്ത ആളായിരുന്നു. കുറച്ച് സമയത്ത് ഇവൻ നിരന്തരമായിട്ട് ഇത് കാണുകയും ഇത് വായിക്കുകയും അതായത് ഇത് മറ്റുള്ള യൂട്യൂബ് ചാനലിലെ ഇത് കാണുകയും പക്ഷെ അവന് ഒരിക്കലും അവൻ വായിക്കുന്നോ അല്ലെങ്കിൽ ടാരോലിക്ക് പഠിപ്പിക്കാൻ ഒരു ഓഫർ വരുന്നോ ഒന്നും അറിയണില്ല. പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ മാം എന്ന് ചോദിച്ചു. അപ്പം അന്ന് കയറി നോക്ക്, നീ പറ്റിയില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം കയറി കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് അതായത് ഈ ഒരു ലെവലിലുള്ള ആളായതുകൊണ്ട് അവന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് അവനെ തട്ടി മാറ്റിയിട്ട് 2-3 ക്ലാസ് കയറാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അവനത് കേട്ട് പിന്നെ അവൻ തിരിച്ചു വരും. അപ്പോൾ ഞാൻ പറയും സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പം നിന്നെ ഞാനായിട്ട് ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ നീ എന്നെ തേടി വന്നതല്ല. മറ്റുള്ള ആൾക്കാർ എന്നെ തേടി വന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നിന്നെ ഞാനായിട്ട് അപ്പം നീ ഇതിൽ നിനക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇതിൽ. അപ്പം നീ ഇത് നിൽക്കുക, കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ജേണി കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. നിനക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം നിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ് ഇത് നിൻ്റെ വഴിയല്ല എന്നാണെങ്കിൽ നീ പൊക്കോ, അതിലെനിക്ക് പറയാനും ഇല്ല. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ക്യൂരിയോസിറ്റി വെച്ച് വരുന്ന ഒരുപാട് ആളുകൾ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ? ക്യൂരിയോസിറ്റി വെച്ചവർക്ക് ഒരു പക്ഷേ ഒരു പരിധിവരെ കിട്ടാം, പക്ഷെ പൈസ ലക്ഷ്യം വെച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് ചില ആൾക്കാർ കണക്ട് ചെയ്തിട്ട് വരാറുണ്ട്, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ചിലപ്പോൾ അവർക്ക് അത് നിന്ന് 2, 3, 4, 5 ദിവസമൊക്കെ നിൽക്കും. അത് കഴിഞ്ഞ് ഇതിനൊരു ഡെഡിക്കേഷൻ വേണം, ഇതിന് കണ്ടിന്യൂ ആയിട്ട് പ്രാക്ടീസ് വേണം, എനർജി കൊടുക്കണം, അതേപോലെ തന്നെ ഗ്രൗണ്ടിങ് ചെയ്യണം, കോഡ് കട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതൊന്നും ചിലപ്പോൾ അവർക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ആകുമ്പോൾ അവർ ചിലപ്പോൾ അതിന് ടെർമിനേറ്റ് ആയിട്ട് പോകും. അതൊന്നും അവരുടെ തെറ്റല്ല, കാരണം അവർക്കതിന് നിയോഗം ഇല്ല. അതൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവന്ന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ചില ആൾക്കാർ മറ്റൊരാളുടെ ഇത് അറിയാൻ ഭാര്യയുടെ ഫുള്ളായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വരിക, ഭർത്താവിൻ്റെ ഫുള്ള് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. അതെ അതെ. അപ്പോൾ ഇതിലേക്ക് എനിക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ ടാരോ കാർഡുകൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്വപ്നം കണ്ടിട്ടുണ്ട്, അവർക്കിത് എന്താ സാധനം എന്ന് പോലും അറിയില്ല. ഒരു തരത്തിലും ടാരോയുടെ വീഡിയോ കാണുന്നില്ല, അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. ഇവർക്കിങ്ങനെ നല്ല ഭംഗിയുള്ള കുറച്ച് കാർഡിൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ കാണും. അപ്പോൾ ഇവരിങ്ങനെ നിരന്തരം ഇന്നർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അവരിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ഇതേപോലെ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ കണക്റ്റഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആൾ ജസ്റ്റ് അങ്ങനെ വന്നതാണ്. ഇവർക്ക് തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിത് ചെയ്യാം എന്ന് തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത്. ഞാനൊരു തരത്തിലും ടാരോ കാണുന്ന ഒരാളായിട്ട് പോലും എനിക്കൊരു തരത്തിലും ഇതിൽ വരാൻ ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല. പക്ഷെ നിയോഗം എന്നുള്ളൊരു സാധനം നമ്മളിവിടെ കൊണ്ട് ഞാനൊക്കെ നെട്ടിപ്പോയിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇതൊക്കെ ഞാനാണോ ഭഗവാനെ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞത്, ടാരോ എനർജിയാണ്. പക്ഷെ എന്നിലൂടെ ആണോ ഇത് പോയത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് തന്നെ നമ്മളെ സ്മാർട്ട് ഗേൾ ഒന്ന് തട്ടാൻ പറ്റില്ല. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ലൈവായിട്ട് വന്ന, അതായത് എല്ലാവരും ലൈവായിട്ട് വരാം, എൻ്റെ പരിസരവാസി ലൈവായിട്ട് വരാമല്ലോ, അവർക്ക് വരാമല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് വന്ന് ടാരോ വായിച്ചിട്ട് പോയിട്ടുണ്ടായ എക്സ്പീരിയൻസും ഉണ്ട്. അവരുടെ ഒരു റിലേറ്റീവിനെ അവർ കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്, ഇതുപോലെ വായിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, കുട്ടികളുണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരു 40+ ആയി എന്നാണ് എൻ്റെ ഒരു ധാരണ. കുട്ടികളുണ്ടാവുന്നില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ടാരോയായിട്ട് നിരത്തി അത് നോക്കിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് വന്ന കാര്യം ഞാൻ പറഞ്ഞത്, ചെറുപ്പത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുണ്ട് എന്ന് പറഞ്ഞു. കുളത്തിലാണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. മരത്തിൻ്റെ മേലെന്നാണോ വീണത് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാനത് മറന്നിരിക്കുക, ഒരു 4-5-ാമത്തെ വയസ്സിലാണ് വീണത്. പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ. ഇതേപോലെ മരത്തിൽ കുട്ടികളെ ഇങ്ങനെ നമ്മൾ കളിക്കുമല്ലോ, അങ്ങനെ കളിച്ചിട്ട് അവിടെ താഴെ ഉണ്ടായിരുന്ന കുളത്തിലേക്ക് ആൾ
വീണിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ആൾക്ക് വന്ന ചൈൽഡ്ഹുഡായിട്ട് നമുക്ക് എന്തെങ്കിലും വൂൺസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മുടെ ചില ആൾക്കാരുടെയൊക്കെ ഇവിടെ പാടുണ്ടാവും, കാൽമുട്ടിൽ പാടുണ്ടാവും, അതൊന്നും മാറാതെ, അത് ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ചിലപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഇതായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ എന്തോ വന്നതിലുള്ളൊരു പ്രോബ്ലം ആയിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, ഞാൻ പോലും സത്യം പറഞ്ഞാൽ മറന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ വന്നത് എന്ന് ചോദിച്ചു. അതെനിക്കൊരിക്കലും ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് നമുക്ക് അവിടെ ഇരുന്ന് കാർഡിൽ കാണിച്ച കാര്യമാണ് അത്, ആരോ പഠിക്കാത്ത ഒരാൾക്ക് അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കങ്ങനെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊക്കെ വായിച്ചിട്ട്, അതൊക്കെ അറിഞ്ഞിട്ടാണ് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ വായിച്ചോ എന്നുള്ളൊരു പ്രൗഡ് മൊമെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.